ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗ് മാച്ചിൽ ബാർസലോണയ്ക്കും PSG-ക്കും ബയേണിനും വിജയം. ബാർസലോണയ്ക്കായി ലാമിൻ യമാലും റാഫിഞ്ഞയുമാണ് ഗോളുകൾ നേടിയത്. നിക്കോളാസ് ഒറ്റമെൻഡിയുടേതായിരുന്നു ബെൻഫിക്കയുടെ ആശ്വാസ ഗോൾ. ലാമിൻ യമാലിൻ്റെ ഡ്രിബ്ലിംഗ് കരുത്താണ് വിങ്ങിൽ കൂടുതലായും ബാർസലോണയെ സഹായിച്ചത്. ഇന്നലത്തെ മത്സരത്തിൽ ലാമിൻ യമാലിനെ ആദ്യ ഹാഫിൽ അധികം പൂട്ടുവാനൊന്നും ബെൻഫിക്കയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അത് ഗോൾ വഴങ്ങുന്നതിലേക്കും ബെൻഫിക്കയെ എത്തിച്ചിരുന്നു. പിന്നീടാണ് യമാലിൻ്റെ ഭാഗത്തേക്കുള്ള ബോളുകൾ കുറച്ചെങ്കിലും ബെൻഫിക്കയ്ക്ക് തടയാൻ സാധിച്ചത്. പക്ഷേ കൗണ്ടർ അറ്റാക്കിങ്ങിലെ ബാർസയെ ബെൻഫിക്കയ്ക്ക് തടയാൻ സാധിച്ചതുമില്ല. അതവരെ തോൽവിയിലേക്ക് എത്തിച്ചിരുന്നു. പിന്നീട് നടന്ന PSG ലിവർപൂൾ മത്സരം ഒരു അബ്സല്യൂട്ട് ത്രില്ലർ മത്സരം തന്നെയായിരുന്നു. കാരണം ആദ്യ പാദത്തിൽ കണ്ട ലിവർപൂളിനെ ആയിരുന്നില്ല രണ്ടാം പാദത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അടിമുടി അറ്റാക്ക് മൂഡിലായിരുന്നു അവർ. രണ്ട് ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണ ഫുട്ബോൾ തന്നെയാണ് കളിച്ചത്. പക്ഷേ ഫൈനൽ അറ്റാക്കിംഗ് തേടിയിൽ കൂടുതൽ അപകടകാരികൾ ലിവർപൂൾ തന്നെയായിരുന്നു. പലപ്പോഴും ലിവർപൂൾ PSG-യുടെ പോസ്റ്റിൽ വെല്ലുവിളികൾ നടത്തിയിരുന്നു. എന്നാൽ ഡൊണാരുമ എന്ന PSG-യുടെ തളരാത്ത പോരാളിയാണ് ലിവർപൂളിൻ്റെ എല്ലാ ശ്രമങ്ങളും തച്ചുടച്ചത്. കാരണം തലങ്ങും വിലങ്ങും ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്നും അറ്റാക്കർ വന്നപ്പോഴും മികച്ച സേവുകളായിരുന്നു ഡൊണാരുമ എന്ന ഇറ്റാലിയൻ ഗോൾ കീപ്പർ നടത്തിയത്. പക്ഷേ കളിക്ക് വിപരീതമായി ആദ്യ പകുതിയിൽ തന്നെ ഗോൾ നേടാൻ PSG-ക്ക് സാധിച്ചിരുന്നു. ഡംബല്ലിയുടെ ഗോളിൽ നിന്നായിരുന്നു PSG ലീഡെടുത്തത്. എന്നാൽ അഗ്രിഗേറ്റിൽ സമനിലയായതുമൂലം എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം നീണ്ടു. ഫുൾ ടൈമിൽ ലിവർപൂളിന് ഗോളുകളൊന്നും തന്നെ നേടാൻ സാധിച്ചതുമില്ല. എക്സ്ട്രാ ടൈമിൽ കൂടുതൽ ആക്രമണം അഴിച്ചുവിട്ടത് PSG ആയിരുന്നു. ലിവർപൂൾ പ്ലെയേഴ്സ് കൂടുതലായും പ്രതിരോധത്തിലൂന്നിയാണ് എക്സ്ട്രാ ടൈം കളിച്ചിരുന്നത്. അങ്ങനെ എക്സ്ട്രാ ടൈമും സമനിലയായതോടെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് മത്സരം നീങ്ങിയിരുന്നു. ന്യൂനസിൻ്റെയും ജോൺസിൻ്റെയും ഷോട്ടുകൾ തടഞ്ഞ് PSG-യെ വിജയത്തിലേക്ക് നയിക്കാൻ ഡൊണാരുമ എന്ന കാവൽ മാലാഹയ്ക്ക് സാധിച്ചു. ഇന്നലത്തെ കളിയിലെ താരവും ഡൊണാരുമ തന്നെയായിരുന്നു. എന്താണ് PSG ലിവർപൂൾ മത്സരത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കമൻസായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്